اللهم إني أسألك علما نافعا ورزقا طيبا وعملا متقبلا പറഞ്ഞ മക്കളെ, നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ ഈ കുട്ടി ചൊല്ലിയ പ്രാർത്ഥന ജീവിതത്തിൽ കൂടെ കൂട്ടാൻ ശ്രമിച്ചോളി. ചുമ്മാ പറയല്ല കേട്ടോ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പതിവാക്കണം എന്ന് പറഞ്ഞ് എണ്ണിയ പ്രാർത്ഥനകൾ സീനാണ്. നല്ല ബെനഫിറ്റ്സ് നമ്മുടെ ജീവിതത്തിൽ ഉപകാരപ്രദമാകുന്ന ഒരു പ്രാർത്ഥനയാണ്. ജീവിതത്തിൽ ചിലപ്പോൾ ചിലവർ പതിവാക്കണ പോലെ ഉണ്ടാവും. എന്നാലും അറിയാത്തവർക്ക് വേണ്ടി പറയാണ്, ആ പ്രാർത്ഥനകളിൽ 3 കാര്യമാണ് ചോദിക്കുന്നത്. ഒന്ന് എന്നുള്ളത് ഇൽമൻ നാഫിയൻ. കുറേ പഠിച്ചിട്ടും കുറേ വിദ്യാഭ്യാസം നേടിയിട്ടൊന്നും ഒരു കാര്യമില്ല. പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കുക, അതിനാണ് ഇൽമൻ നാഫിയ എന്ന് പറയാം. ഉപകാരപ്രദമായ വിദ്യാഭ്യാസം, അതല്ലെങ്കിൽ ഉപകാരപ്രദമായ അറിവ്. രണ്ടാമത്തെ കാര്യം എന്നുള്ളത് റിസ്കൻ തൊയ്യിബാണ്. അതായത് പ്യുവറായ ഹലാലായ നല്ല ഭക്ഷണം. നമ്മൾ ഹോസ്പിറ്റലിൽ പോയിട്ട് കുറേ ട്രീറ്റ്മെൻറ്റും കുറേ ചെക്കപ്പൊക്കെ നടത്തുമ്പോൾ കാണാം ഒരുപാട് അസുഖങ്ങൾ നമ്മൾ പോലും പ്രതീക്ഷിക്കാതെ വയറ്റിനുള്ളിലും നമ്മുടെ ശരീരത്തിലെ ആന്തരിക അവയവങ്ങൾക്കുള്ളിൽ ഒരുപാട് അസുഖങ്ങൾ, ഒരിക്കലും പ്രതീക്ഷിക്കാത്ത അസുഖങ്ങളാണ്. നമ്മൾ ഈ പുറത്തുനിന്ന് ഫാസ്റ്റ് ഫുഡും അല്ലെങ്കിൽ ഹോട്ടലിൽ നിന്ന് ഭക്ഷണങ്ങളും ഇതൊക്കെ കഴിക്കുമ്പോൾ ഓക്കെ, പക്ഷെ ആ ഭക്ഷണം നമുക്ക് പ്യുവറാണോ ഹലാലാണോ എന്ന് നമുക്കറിയില്ല. ഇനിയിപ്പോൾ അതങ്ങനെ തിന്നാണെങ്കിൽ തന്നെ പടച്ച് തമ്പുരാന ഇതിൻ്റെ റിസ്ക് നീ തൊയ്യീബാക്കി തരണമേ, അതായത് ഹലാലായ പ്യുവറായ നല്ല ഭക്ഷണമാക്കി തരണമേ. ആ പ്രാർത്ഥനയും നിങ്ങൾ കൂടെ കൂട്ടുക. മൂന്നാമത്തെ കാര്യം എന്നുള്ളത് അമലൻ മുത്തഖബ്ബലനാണ്. നമ്മൾ ഒരുപാട് സൽക്കർമ്മങ്ങൾ, ഒരുപാട് ആരാധനകൾ ചെയ്യും, പക്ഷെ അതിൻ്റെ പ്രതിഫലം നിശ്ചയിക്കപ്പെടുന്നത് പടച്ചനാഥൻ്റെ അടുത്താണ്. അതുകൊണ്ട് പടച്ചനാഥൻ്റെ അടുത്ത് സ്വീകാര്യത കിട്ടുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ നീ സ്വീകരിക്കണേ തമ്പുരാനെ, സ്വീകാര്യതയുള്ള കർമ്മങ്ങളാക്കി എണ്ണപ്പെടണമേ എന്നാണ് മൂന്നാമത്തെ വേർഡിൻ്റെ അർത്ഥം. അപ്പോൾ ഈ ഒരു 3 സാധനങ്ങൾ ജീവിതത്തിൽ നിങ്ങൾക്ക് ഫ്രീ ആകുമ്പോഴൊക്കെ കൂടെ കൂട്ടിക്കോളിയും. അത് നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടപ്പെടുത്തൂല. ഏറിപ്പോയ 5-10 സെക്കൻഡിൽ ഈ പ്രാർത്ഥന ചൊല്ലാൻ നിങ്ങൾക്ക് ആവശ്യമുള്ളൂ. നന്മ ആഗ്രഹിക്കണവരിലേക്ക് വീഡിയോ ഷെയർ ചെയ്തോണി. മറന്നു പോകുന്നുള്ളവരാണെങ്കിൽ വീഡിയോ സേവ് ചെയ്യാനും മറക്കണ്ട. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.